ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ നിലപാട് എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആദ്യമേ തന്നെ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽലെസ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ റീഡിംഗ് എൻ്റെ അടുത്ത് നിന്ന് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു 3 പ്രാവശ്യം നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സന്റെ പേര് നിങ്ങൾ 3 പ്രാവശ്യം മനസ്സിൽ പറയുക. അവരുടെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളും ആ പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിലേക്ക് ഓർത്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിവിടെ വന്നിരിക്കുന്ന ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അതായത് പൂർണ്ണമായും അവസാനിച്ചു പോയ ഒരു ബന്ധമാണ് നിങ്ങളുടേത് എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയി. എന്തൊക്കെയോ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വന്ന് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നമുക്ക് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് ഡെവിൾ എനർജിയുടെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തികളുമായിട്ട് സെപ്പറേറ്റ് ആയി പോയതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് തെറ്റി പിരിഞ്ഞു പോകാനുണ്ടായ കാരണം, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും പോയ ഒരു പേഴ്സൺ, അവര് ഈ ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ പേഴ്സൺ പോയത്. അപ്പോൾ അങ്ങോട്ട് പോയെങ്കിലും അവർക്ക് അവിടെ നിന്ന് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ഓക്കെ, അവരങ്ങോട്ട് പോയെങ്കിലും അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹമോ കാര്യമോ ഒന്നും അവർക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. ഇല്ലാത്ത ഒരു സ്നേഹത്തിന്റെ പുറകെയാണ് ആ പേഴ്സൺ പോയതെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥ സ്നേഹത്തെ കാണാതെ
കാരണം നമുക്കിവിടെ കാണാൻ പറ്റും ഇവരുടെ ബാക്കിൽ ഒരു കപ്പ് നിറയെ ഇരിപ്പുണ്ട്, നിറഞ്ഞ കപ്പ് ഇരിപ്പുണ്ട്. പക്ഷെ ആ വ്യക്തി അത് കാണുന്നില്ല. അവർ ഈ മറിഞ്ഞു കിടക്കുന്ന കപ്പിലേക്കൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബാക്കിൽ ഇരിക്കുന്ന കപ്പ് എന്ന് പറയുന്നത് നിങ്ങളാണ്. അവരത് തിരിച്ചറിയാതെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന കപ്പിലേക്ക് നോക്കി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയി. പക്ഷെ അവർ ആഗ്രഹിച്ചതുപോലെ അവർക്ക് അവിടുന്ന് സന്തോഷമോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചില്ല. അവർ ഒറ്റപ്പെട്ടു പോയി. ഇപ്പൊ അവരിലെ വികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ടെൻ ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. അവർ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അവരുടെ കൂടെ ആരുമില്ല. വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ സന്തോഷം എവിടെയാണോ എന്ന് എവിടെയാണ് സന്തോഷം ലഭിക്കുന്നത് എന്ന് ചിന്തിച്ചാണോ അവർ പോയത്, അവിടെ നിന്നും അവർക്കൊന്നും തന്നെ ലഭിച്ചില്ല. അവർ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. എന്തൊക്കെയോ ഒരു പ്രേരണകളുടെ ഭാഗമായിട്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോയിരിക്കുന്നത്. അതെന്ന് പറയുന്ന ഒരു തേർഡ് സിറ്റുവേഷൻ ആണ്. ഇപ്പൊ അവർ തീർത്തും ഒറ്റക്കാണ്. വളരെയധികം വിഷമത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും അവരുമായി ഉണ്ടായിരുന്ന ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞതാണെന്ന് ആ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. കാരണം അവര് മറ്റൊരു കാര്യത്തിന്റെ പുറകെ പോയിട്ട് അവർക്ക് അവിടെ നിന്നൊന്നും ലഭിച്ചില്ല. അങ്ങനെ അവരോട് ഒറ്റപ്പെട്ട സമയത്താണ് അവർക്ക് തിരിച്ചറിവുകൾ വന്നത്. നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സമയം എത്ര സന്തോഷകരമായിരുന്നു. നിങ്ങൾ അവർക്ക് എന്തുമാത്രം സ്നേഹം കൊടുത്തിരുന്നു. ആ ഒരു കാലം എന്ന് പറയുന്നത് എത്ര സന്തോഷം നിറഞ്ഞതായിരുന്നു. ഇതെല്ലാം അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അതിലൊക്കെ അവരിപ്പോ ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതിൽ ആ പേഴ്സൺ ഇപ്പൊ ഒറ്റക്കായി പോയ ടൈമിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ട്ടോ. ഏസ് ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു തുടക്കമാണ്. ഒരു വൈകാരിക ജീവിതത്തിന്റെ തുടക്കത്തിന്റെ കപ്പാണിത്. അതായത് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു വന്നാൽ കൊള്ളാമായിരുന്നു. കാരണം നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സമയമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നത്. പക്ഷെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിലേക്ക് കയറി വന്നതുകൊണ്ടാണ് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. പക്ഷെ അവർ പോയ സ്ഥലത്ത് നിന്ന് അവർക്ക് സന്തോഷങ്ങളൊന്നും ലഭിച്ചില്ല. അവർ വളരെയധികം ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഒരു സമയത്താണ് അവരിൽ ചിന്തകൾ വന്നത്. നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് എത്രമാത്രം സന്തോഷത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഒരു പുതിയ തുടക്കം വേണമെന്ന് അവർ ചിന്തിക്കുന്നു. അവർ പല കാര്യങ്ങളും ലൈഫിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്താണ് അവരുടെ ലൈഫിൽ നടന്നത് എന്നുള്ളത്. ഒറ്റപ്പെട്ടു പോയ ആ ഒരു സമയത്താണ് ആ വ്യക്തികൾ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞതും അവർ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നതും അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നത് അപ്പോഴാണ്. കാരണം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ മിന്നുന്നതിന്റെ പുറകെ അവർ പോയി. പക്ഷെ അത് പൊന്നല്ലായിരുന്നു. ആ ഒരു തിരിച്ചറിവ് ആ പേഴ്സണിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ചേർന്നിട്ടുള്ള ഒന്നിച്ചുള്ള ഒരു സന്തോഷകരമായ ജീവിതം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തായാലും നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് നേരത്തെ എങ്ങനെയായിരുന്നോ ലൈഫ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സന്തോഷകരമായി മുന്നോട്ട് പോകണം എന്ന് ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളെയാണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലൈഫിലെ ഹാപ്പിനെസ് എന്ന ഒരു തിരിച്ചറിവ് അവർക്ക് വന്നു. ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ കുറിച്ചിട്ടുള്ള പഴയ ഓർമ്മകളിലാണ്. അവർ നിങ്ങളെ കുറിച്ച് ഓർത്ത് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊരു ദിവാസ്വപ്നത്തിൽ എന്നതുപോലെ നിങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നിമിഷങ്ങളൊക്കെ ഓർത്ത് അവർ സ്വയം സന്തോഷിക്കുകയാണ്. അവരുടെ ഈ ഒരു വേദനയിൽ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ്. എത്രയും വേഗം നിങ്ങളിലേക്ക് ഒരു യാത്ര, അതാണ് അവരുടെ ആഗ്രഹം. ദ എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഡിവൈൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട്. കാരണം അവർ നിങ്ങളിലേക്ക് എത്തേണ്ടവർ തന്നെയാണ്.
ഈ ഒരു സമയത്തെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഡിവൈൻ ടൈം ആയിരുന്നു. അപ്പോ ഈ ഒരു സമയം കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് എത്തും. അതിന് നിങ്ങൾക്ക് ഭൂമി മാതാവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട്. ദ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും. അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കാരണം ഈ ഒരു സമയത്ത് അവരും ആഗ്രഹിക്കുന്ന അതാണ്. കാരണം അവർക്ക് തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്. അവർ ചെയ്തു പോയ തെറ്റുകളിൽ അവരിപ്പോ മനസ്സുകൊണ്ട് വേദനിക്കുന്നുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ട് നിങ്ങളിൽ നിന്ന് പോയതിൽ ഇപ്പോൾ ആ പേഴ്സൺ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒന്നു ചേർന്നിട്ടുള്ള ഒരു ലൈഫ് അത് തന്നെയാണ് ആ വ്യക്തികൾ ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അത് കൂടുതലായിട്ട് അവരിപ്പോ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. കിങ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി ആ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത് കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അവർ പിരിഞ്ഞു പോയത്. ഇപ്പൊ അവർക്ക് അതിന്റെ കാരണങ്ങളെല്ലാം അവർക്ക് അവിടെ നിന്ന് ലഭിച്ച ഒരു തിരിച്ചടിയും കാര്യങ്ങളും ഒക്കെ അവർക്ക് വളരെയധികം പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇനി അവർ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഒരു കളിയാക്കൽ നേരിടേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാം. കാരണം നിങ്ങൾ അത്രയേറെ വേദനിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരെ പറഞ്ഞേക്കാം എന്നൊരു ചിന്ത അവർക്കുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും നേരിടാൻ ആ വ്യക്തികൾ തയ്യാറാണ്. കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവർക്ക് അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരത് കേൾക്കാൻ തയ്യാറാണ്. കാരണം അവർക്ക് നിങ്ങളെ തന്നെ വേണം. നിങ്ങളുടെ കൂടെയുള്ള ഒരു ലൈഫ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ അവർ എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ട് ഒരു യോദ്ധാവിനെ പോലെ തന്നെ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്രയേറെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺസിന്റെ എനർജി എനിക്ക് ഇവിടെ ഓവറോൾ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ ഒരു ഫുൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവർക്കൊരു അബദ്ധം പറ്റി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിൽ നിന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. നിങ്ങളൊരു സെപ്പറേഷൻ സ്റ്റേജിലേക്ക് പോയാലും അവർക്ക് ആ ഒരു വ്യക്തത കൈവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ള ബന്ധമാണ് നിങ്ങളുടേത്. നിങ്ങൾ ഒരിക്കലും പിരിയേണ്ടവരല്ല എന്നാണ് ഇവിടെ നമുക്ക് ഈ കാർഡ് കാണിച്ചു തരുന്നത്. 5 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയത്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് നിങ്ങൾക്കിട്ട് പണി തന്നിട്ട് പോയത്. നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ നിന്നവർ തന്നെയാണ് ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുത്തിയിരിക്കുന്നത്. ഈ റീഡിംഗ് കാണുന്നവർക്ക് തന്നെ ഒരു പക്ഷെ അറിയായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വന്ന ആൾക്കാർ ആരാണ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണോ നിങ്ങളെ ചീറ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അത് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ആ വ്യക്തികൾ അത് മനസ്സിലാക്കാൻ തയ്യാറാവാതെയാണ് പോയത്. പക്ഷെ ഇപ്പൊ അവർക്കത് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ അവർ വളരെയധികം വേദനിക്കുന്നുണ്ട്. അപ്പൊ ആ വേദനിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഇനി മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. നിങ്ങളെന്ന വെളിച്ചത്തിലേക്ക് എത്രയും വേഗം വന്നെത്തണം എന്നും പറഞ്ഞ് തീരുമാനമെടുത്ത് പുതിയൊരു പാത്ത്, പുതിയൊരു വഴി അവർ തിരഞ്ഞെടുത്ത് അവർ മുന്നോട്ട് വരികയാണ്. ചാരിയറ്റിന്റെ കാർഡാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അവർ മറ്റാരുടെയൊക്കെയോ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു ചിന്താഗതിയായിരുന്നു അവരുടേത്. അവർ മറ്റൊരാളുടെ വാക്ക് കേട്ടാണല്ലോ നിങ്ങളിൽ നിന്നും പോയത്. പക്ഷെ ഈ ഒരു സമയത്ത് അവർ സ്വന്തം മനസ്സുകൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചിരിക്കുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് സ്വയം തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് അഡിക്ഷൻസ് വന്ന് സ്വന്തം ലൈഫ് നശിപ്പിച്ച് കളയാനുള്ളതല്ല എന്ന ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ അവരുടെ കാര്യങ്ങൾക്ക് മനസ്സുകൊണ്ട് അവർ തന്നെ ഉറച്ച ഒരു നിലപാട് എടുത്തിരിക്കുന്നു. അതായത് നിങ്ങളുമായി ചേർന്നുള്ള ഒരു ലൈഫ്,
അതെന്തായാലും വേണം. ഇനി എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനൊരു മാറ്റമില്ല. ഇനി കടന്നു വന്ന വ്യക്തികൾ അവരെ വേദനിപ്പിച്ചിട്ട് പോയിട്ട് ഇനിയും തിരിച്ചു വന്നാൽ അവരതിന് തയ്യാറല്ല. കാരണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു നീതി നിങ്ങൾക്ക് തരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരുടെ മനസ്സിനെ അവർ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. മറ്റൊരാൾക്കും അവരുടെ ലൈഫിലേക്ക് ഇനി അനാവശ്യമായി കയറി ചെന്ന് അഭിപ്രായം പറയുവാനോ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുവാനോ സാധ്യമല്ല. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷം കടന്നു വരാൻ പോവുകയാണ് എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സന്റെയും ലൈഫിലേക്ക് ഒരു സന്തോഷം വരാൻ പോകുന്നു, ഒരു ആഘോഷം കടന്നു വരാൻ പോകുന്നു, നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന വേദനകളെല്ലാം മാറാൻ വേണ്ടി പോകുന്നു. ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ. ഈ ഒരു സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ചതിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ദുഃഖിതനാണ് അല്ലെങ്കിൽ ദുഃഖിതയാണ്. അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ ഇത്രയെല്ലാം വേദനിപ്പിച്ചല്ലോ, സ്വന്തം തെറ്റുകൊണ്ടാണല്ലോ, നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതിരുന്നതാണല്ലോ ഇത്രയും ഒരു വേദന അല്ലെങ്കിൽ ഇത്രയും ഒരു ഗ്യാപ്പ് നിങ്ങളുമായിട്ട് വന്നത് എന്നുള്ളതിലൊക്കെ ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവര് നല്ല ഒരു മനസ്സുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഓവറോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാര്യം അവര് നിങ്ങളിൽ നിന്ന് പോയി നിങ്ങളെ ചീറ്റ് ചെയ്തു, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ അവര് നിങ്ങളുടെ വേദനയിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സ്നേഹം ആ വ്യക്തികൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുവാണ് ഈ ഒരു സമയത്ത്. കാരണം അവർക്ക് ഭയങ്കര വിഷമം. അവർക്ക് അവരുടെ മനസ്സിന് വിഷമങ്ങൾ അവർക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം അവർ വളരെയധികം ഒറ്റപ്പെട്ടു പോയി. ആരും അവരുടെ കൂടെ ഇല്ലാതെ ആയിപ്പോയി. അവരുടെ ഒരു വിഷമം ഒന്ന് ഷെയർ ചെയ്യാൻ പോലും അവർക്ക് ആരും ഇല്ലാതെ ആയിപ്പോയി. കിങ് ഓഫ് സോൾസിന്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. സോറി, നൈറ്റ് ഓഫ് സോൾസിന്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണിത്. എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കിവിടെ കാണാം, ഒരാൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ വേഗം നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. ഇനി ഒട്ടും താമസിപ്പിക്കാൻ പാടില്ല. എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം. നിങ്ങളുടെ അടുത്തൊരു സോറി പറയണം. നിങ്ങളുമായിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ന്യൂ ബിഗിനിങ് വേണം. അതാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് തുല്യമായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഇതുവരെ നിഷേധിക്കപ്പെട്ട ആ ഒരു സ്നേഹം അത് തുല്യമായി തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നൽകണം. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്റ്റാർ ആയിട്ട് തന്നെ നിൽക്കണം. നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരണം. നിങ്ങൾ വളരെയധികം സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചെത്തണം എന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഏഞ്ചൽസിന്റെ കാർഡുകളും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഏഞ്ചൽസിന് ഈ ഒരു ടൈമിൽ നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? അബണ്ടൻസ് എന്നാണ് വന്നിരിക്കുന്നത്. സമൃദ്ധി, അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമൃദ്ധിയും കടന്നു വരാൻ വേണ്ടി പോകുന്നു എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ദി സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യും. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ വേദനകളെല്ലാം അവസാനിച്ചു. നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സമൃദ്ധിയും കടന്നു വരുന്നു. പീസ്ഫുൾ റെസൊല്യൂഷൻ, സമാധാനപരമായ ഒരു പരിഹാരം. അതായത് നിങ്ങളുടെ വിഷമങ്ങൾക്കെല്ലാം സമാധാനപരമായ ഒരു പരിഹാരം വരുന്നു. നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ, നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളും സമാധാനപരമായി തന്നെ സംസാരിക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം അവിടെ ഒരു പരിഹാരം ലഭിക്കും. നിങ്ങൾക്കൊരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സ്പ്രെഡ്, കാർഡിന്റെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളിൽ നിന്ന് പോയവരാണ് എങ്കിലും ഈ ഒരു സമയത്ത്
അവർക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അവർ വരാൻ പോകുന്നു, നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷമായിട്ട് തന്നെ ഇരിക്കൂ, പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു റീഡിംഗ് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.